എന്താണ് ഫെഡറലിസം? ഒരു രാജ്യത്ത് കേന്ദ്ര സർക്കാരും അതോടൊപ്പം ആ രാജ്യത്തിൻ്റെ വിവിധ ഘടക യൂണിറ്റുകളിലായി സംസ്ഥാനങ്ങളിലായി അവിടെ വെവ്വേറെ സംസ്ഥാന സർക്കാരുകളും ഉണ്ടാകുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഒരു ഫെഡറേഷനിൽ, ഒരു ഫെഡറൽ രാജ്യത്ത് സാധാരണയായി 2 തലത്തിലുള്ള ഗവൺമെൻറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണം. ഒന്ന്, ദേശീയ താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ഒരു കേന്ദ്ര സർക്കാരും ഒരു ദേശീയ സർക്കാരും, അതേസമയത്ത് സംസ്ഥാനങ്ങളുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരുകളും നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫെഡറലിസമുള്ള രാജ്യത്ത് ഈ 2 തലത്തിലുള്ള ഗവൺമെൻറ്റുകളും തങ്ങളുടെ അധികാരം മറ്റൊന്നിൽ നിന്ന് വേർപെട്ടുകൊണ്ട് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അമേരിക്കയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ് ഫെഡറലിസത്തിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ്. 50 സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നതാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഭരണ സംവിധാനം ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് ഫെഡറലിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് തന്നെ 2 തരം അധികാര സംവിധാനം ഉണ്ടാകുന്നു. ഒന്ന് കേന്ദ്ര സർക്കാരും മറ്റൊന്ന് ഓരോരോ സംസ്ഥാന സർക്കാരുകളും നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ചാണ്. സ്വതന്ത്ര സമര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമായി മാറണം, അല്ലെങ്കിൽ സ്വതന്ത്രം നേടുന്ന ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമായിരിക്കണം എന്ന് ദേശീയ നേതാക്കളുടെ കാലത്ത് തന്നെ വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങൾ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള, പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഭാഷാടിസ്ഥാനത്തിലേക്ക് സ്റ്റേറ്റുകൾ വരികയും ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ യൂണിയനായി, ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റത്തിലേക്ക് മാറണം എന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ വലിയ ചർച്ചകളും ആലോചനകളും ഉണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും 1950 ജനുവരി 26 ഇന്ത്യക്കൊരു ഭരണഘടന നിലവിൽ വരികയും ചെയ്തപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഫെഡറൽ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് ഭരണഘടനയുടെ എവിടെയും പറയുന്നില്ല. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരേ സമയത്ത് ഫെഡറൽ പ്രത്യേകതയും യൂണിറ്ററി പ്രത്യേകതയും കാണാൻ സാധിക്കും. ഇതിനാൽ ചില രാഷ്ട്രീയ ചിന്തകന്മാർ ഇന്ത്യയെ ഒരു യൂണിറ്റേറിയൻ ഫെഡറലിസം എന്നാണ് വിശേഷിപ്പിച്ചത്. KC വയർ എന്ന് പറയുന്ന വലിയ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പറഞ്ഞത്, ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അർദ്ധ ഫെഡറൽ സിസ്റ്റം എന്നാണ്. ഇറ്റ് ഈസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ് KC വയർ വിശേഷിപ്പിച്ചത്. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഫെഡറൽ സവിശേഷതയും യൂണിറ്ററി സവിശേഷതയും, ഇത് രണ്ടിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകളാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഒന്നാമതായി, ഇന്ത്യക്കൊരു ലിഖിത ഭരണഘടന ഉണ്ട് എന്നത് ആദ്യത്തെ പ്രത്യേകതയാണ്. ഒരു രാജ്യത്തിന് ലിഖിത ഭരണഘടന ഉണ്ടാവുക എന്നത് തന്നെ
അത് ആ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നതിന്റെ തെളിവാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ അനിവാര്യമായ സവിശേഷത ലിഖിതവും കർക്കശവുമായ ഭരണഘടന ഉണ്ടാവുക എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന 395 ആർട്ടിക്കിളുകളും 12 ഷെഡ്യൂളുകളും അടങ്ങുന്ന ഒരു ലിഖിത രേഖയാണ്. ഇത് രാജ്യത്തിന്റെ പരമോന്നതമായ നിയമ സംവിധാനമാണ്, ലോ ഓഫ് ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലിഖിത ഭരണഘടന ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകതയിൽ ആദ്യത്തേതാണ് ഇന്ത്യക്കൊരു ലിഖിത ഭരണഘടന ഉണ്ട് എന്നത്. രണ്ടാമത്തത് കർക്കശമായ ഭരണഘടന. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഒരു കർക്കശമായ ഭരണഘടന ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് ഒരു കർക്കശ ഭരണഘടനയുടെ പ്രത്യേകത. ഇന്ത്യൻ ഭരണഘടന ഒരു പരിധിവരെ കർക്കശമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രാജ്യത്തെ ജുഡീഷ്യൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന ഭരണഘടനയിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും സംയുക്ത നടപടിയിലൂടെ മാത്രമേ എന്തെങ്കിലും ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത്തരം വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ കർക്കശമായ സ്വഭാവം ഇന്ത്യൻ ഭരണഘടനക്കുണ്ട്. ഒരു കർക്കശമായ സ്വഭാവമുള്ള ഭരണഘടന ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ, ഒരു ഫെഡറൽ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യൻ ഭരണഘടന ഇത്തരം മേഖലകളിൽ കർക്കശമാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിന്റെ തെളിവായിട്ട്, സവിശേഷതയായിട്ട് പറയപ്പെടുന്നു. മൂന്നാമതായിട്ട് ഇരട്ട ഗവൺമെന്റുകൾ, ദ്വിഭരണ സംവിധാനങ്ങൾ. ഇത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. ഒരു ഏകീകൃത രാഷ്ട്രത്തിൽ, ഒരു യൂണിറ്റേറിയൻ രാജ്യത്ത് ഒരു സർക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു കേന്ദ്ര സർക്കാർ മാത്രമേ ഒരു യൂണിറ്റേറിയൻ രാജ്യത്തുണ്ടാവുകയുള്ളൂ. അതേസമയത്ത് ഒരു ഫെഡറൽ രാജ്യം എന്ന് പറയുന്നത് 2 തരം ഗവൺമെന്റുകൾ ഉണ്ടാവും. ഒന്ന് കേന്ദ്ര ഗവൺമെന്റും മറ്റൊന്ന് സംസ്ഥാന ഗവൺമെന്റുകളും. ഇങ്ങനെ 2 ഗവൺമെന്റുകളായി തരംതിരിച്ചിരിക്കും എവിടെ? ഫെഡറൽ സിസ്റ്റത്തിൽ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒരു ഇരട്ട രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ സ്ഥാപിക്കുന്നുണ്ട്. ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളിൽ പ്രത്യേകം സർക്കാരുകളും ഇന്ത്യയിലുണ്ട്. 28 സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ പ്രത്യേകം സർക്കാരുകൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക സർക്കാർ സംവിധാനമുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ഫീച്ചറിന്റെ പ്രത്യേകതയായി നമ്മൾ പറയുന്നു. എന്തായാലും ഇരട്ട ഗവൺമെന്റുകൾ ഉണ്ടാവുക എന്നത് ഒരു ഫെഡറൽ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഫെഡറൽ ഫീച്ചറായ ഇരട്ട ഗവൺമെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊരു ഫെഡറൽ ഫീച്ചറാണ്, 4ാമത്തെ ഫെഡറൽ ഫീച്ചറാണ് അധികാരങ്ങളുടെ വിഭജനം. ഒരു ഫെഡറൽ രാജ്യത്ത് അവിടെയുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്കും ഇടയിൽ അധികാരങ്ങൾ വിഭജിച്ച് നൽകപ്പെട്ടിരിക്കും. അത്തരം അധികാര വിഭജനം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെ അതിരുകൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ തുടങ്ങിയ 3 ലിസ്റ്റുകളായിട്ട് ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ്, കേന്ദ്ര സർക്കാരിനാണ്. അതേസമയത്ത് സംസ്ഥാന ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയ്ക്കും സംസ്ഥാനത്തെ ഗവൺമെന്റിനുമാണ് അതിന്റെ അധികാരമുള്ളത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. അതിൽ 2 സർക്കാരുകളും തമ്മിൽ അതിൽ 2 സർക്കാരിനും നിയമം ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അധികാരങ്ങൾ 3 ലിസ്റ്റുകളിലായിട്ട് കൃത്യമായി വിഭജിച്ച് ഭരണഘടന നൽകുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയിൽ ഒന്നാണ്. മറ്റൊരു ഫെഡറൽ പ്രത്യേകതയാണ്, 5ാമത്തെ പ്രത്യേകതയാണ് ഭരണഘടനയുടെ പരമാധികാരം എന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഭരണഘടനയുടെ സോവർണിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാപരമായ പരമാധികാരം, ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് പരമാധികാര സ്വഭാവമാണുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഭരണഘടനയ്ക്ക് കീഴിൽ, ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്
കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത്. ഭരണഘടനക്കാണ് അവിടെ സുപ്രീം പവർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പരമാധികാരം ഭരണഘടനക്കുണ്ടാവുക എന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ആ ഒരു സവിശേഷതയും ഇന്ത്യൻ ഫെഡറലിസത്തിൽ കാണാൻ സാധിക്കുന്നു. ഫെഡറലിസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ആറാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ് കോടതികളുടെ അധികാരത്തെക്കുറിച്ച്. ഒരു ഫെഡറൽ രാജ്യത്ത് ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഈ ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ സുപ്രീം കോടതി പോലെയുള്ള ചില അധികാരങ്ങൾ, ചില സുപ്രീം കോടതി സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടും ആവശ്യമാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി ഭരണഘടനയുടെ ഗാർഡിയനായി പ്രവർത്തിക്കുകയും ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. അതേപോലെ ഈ വിവിധ സർക്കാരുകൾ ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാം, സംസ്ഥാനങ്ങൾ തമ്മിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാവാം, ഒരു കൂട്ടം സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തർക്കം ഉണ്ടാവാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ അതിൽ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു കോടതി സംവിധാനം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ആ ഒരു ഫീച്ചറും ഇന്ത്യൻ ഫെഡറലിസത്തിൽ കാണാവുന്നതാണ്. ഫെഡറൽ രാജ്യങ്ങളുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ബൈകാമറൽ ലെജിസ്ലേച്ചർ എന്നതാണ്. സഭകൾ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഒരു ഫെഡറൽ രാജ്യത്ത് നിയമനിർമ്മാണ സഭയിൽ മണ്ഡലങ്ങൾ ഉണ്ടാവുക, 2 മണ്ഡലങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു ഫെഡറൽ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഒരു ചേംബർ, അത് അപ്പോൾ 2 ചേംബറാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരു ചേംബർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ അയക്കുന്ന ഒരു ചേംബറാണ്. മറ്റൊന്ന് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന തങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്ന ഒരു ചേംബറാണ്. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഈ ബൈകാമറൽ ലെജിസ്ലേച്ചറിന്റെ ഉള്ളതാണ്. ഒന്ന് രാജ്യസഭയും ഒന്ന് ലോക്സഭയും. ഈ രാജ്യസഭ, ഈ ഉപരിസഭയായ രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പറഞ്ഞയക്കുന്ന സ്ഥലവും, ലോക്സഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു സഭ ഇന്ത്യൻ പാർലമെന്റിലുണ്ട് എന്നത് ഇന്ത്യയുടെ ഒരു ഫെഡറൽ ഫീച്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമാണ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകതകൾ. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമാണോ ആണ് എന്ന് തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായും എഴുതേണ്ട പോയിന്റുകളാണ് ഈ പറഞ്ഞ 7 പോയിന്റുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യ രാജ്യത്തിന്റെ യൂണിറ്ററി സവിശേഷതകളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരവധി യൂണിറ്ററി സവിശേഷതകൾ കൂടിയുണ്ട്. ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ച ഗവൺമെന്റ് സംവിധാനം വളരെ കേന്ദ്രീകൃതവും സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ അങ്ങേയറ്റം ചുരുണ്ടതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരവും അതേസമയത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് വളരെ ചുരുങ്ങിയ അധികാരവുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഒരു ഫെഡറൽ സ്വഭാവത്തെ ഇന്ത്യൻ ഭരണഘടന രൂപത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആത്മാവ് ഒരു യൂണിറ്ററി സംവിധാനത്തിന്റെ ഭാഗമാണ്, യൂണിറ്ററി സവിശേഷതകൾ നിറഞ്ഞതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഭരണഘടനയുടെ പ്രധാന യൂണിറ്ററി സവിശേഷതകളാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത്. ഒന്നാമത്തത് യൂണിയൻ എന്ന വാക്കിന്റെ ഉപയോഗമാണ്. ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറേഷൻ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 1 ഇന്ത്യയെ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഫലത്തിൽ വളരെ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റിനെയാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ് ഭരണഘടനാ പണ്ഡിതന്മാർ പറയുന്നത്. യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു കേന്ദ്ര ഗവൺമെന്റിനുള്ള കൂടുതൽ അധികാരത്തെ മുൻനിർത്തിയുള്ള ഒരു യൂണിയൻ ഭരണ സ്വഭാവമാണ് എന്നാണ് ഭരണഘടനാ പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, യൂണിയനുകൾക്കും സംസ്ഥാനങ്ങൾക്കും ഏക ഭരണഘടന ഉള്ളൂ എന്നതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരൊറ്റ ഭരണഘടന ഉള്ളൂ എന്നതാണ് മറ്റൊരു യൂണിറ്ററി ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഭരണഘടന രൂപപ്പെടുത്താൻ അവകാശമില്ല. ഒരു ഭരണഘടന മാത്രമേ രാജ്യത്തിനുള്ളൂ. അത് മറ്റു ഫെഡറൽ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം ഭരണഘടന ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രത്യേകം ഭരണഘടനയില്ല. ഇന്ത്യയിൽ ഒരൊറ്റ ഭരണഘടന മാത്രമേ ഉള്ളൂ. അതൊരു യൂണിറ്റേറിയൻ ഫീച്ചറാണ് എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമതായി നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനാ ഭേദഗതികൾക്ക് സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ചെറിയ പങ്കാളിത്തം മാത്രമാണ് നൽകുന്നത്. ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ യൂണിയനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വളരെ ചെറിയ അധികാരം മാത്രമാണ്. ഇന്ത്യയിലെ ഭരണഘടനാ ഭേദഗതികൾക്ക് തുടക്കമിടാൻ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരവുമില്ല. ഈ അധികാരം പൂർണ്ണമായും പാർലമെന്റിന് മാത്രമാണ്. സംസ്ഥാനങ്ങളെ മുഖവിലക്ക് എടുക്കാതെ പാർലമെന്റിന് ഭേദഗതി ചെയ്യാവുന്ന നിരവധി ഭരണഘടനാ ഭേദഗതികളുണ്ട്, ആർട്ടിക്കിളുകളുണ്ട്. അത് സംസ്ഥാനങ്ങളോട് ചോദിക്കുക പോലും ചെയ്യാതെ പാർലമെന്റിന് അത് എന്തും മാറ്റിത്തിരുത്താൻ സാധിക്കുന്ന പല ആർട്ടിക്കിളും ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഫെഡറൽ സമത്വത്തെ ഇല്ലാതാക്കുന്നതാണ്, ലംഘിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫെഡറൽ മൂല്യത്തിന്റെ ഭാഗമല്ല, ഇതൊരു യൂണിറ്ററി ഫ്യൂച്ചറിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള കൂടുതൽ അധികാരം പാർലമെന്റിനുള്ളത് എന്നത് ഒരു യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഫീച്ചറായിട്ടാണ് പറയപ്പെടുന്നത്. നാലാമതായി സംസ്ഥാനങ്ങളുടെ ടെറിട്ടോറിയൽ അഖണ്ഡതയ്ക്ക് ഉറപ്പില്ല എന്നതാണ് നാലാമത്തെ യൂണിറ്ററി ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയ വഴി പാർലമെന്റിന് പുതിയ സംസ്ഥാനങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കണമെങ്കിൽ ഒരു വളരെ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ തന്നെ കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നത് കേന്ദ്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട യൂണിറ്ററി അധികാരത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, പാർലമെന്റിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിന്നൊരു പ്രദേശം വേർപ്പെടുത്തിയെടുക്കാനോ അല്ലെങ്കിൽ രണ്ടോ അധികമോ സംസ്ഥാനങ്ങളെ യോജിപ്പിച്ചുകൊണ്ടൊരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കാനോ ഒക്കെ വളരെ സിമ്പിളായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു എന്നത് ഒരു യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റേറിയൻ ഫീച്ചറിന്റെ ഭാഗമാണ്. സാധാരണയായി മറ്റു ഫെഡറൽ രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വമാണ് ഉണ്ടാകാറുള്ളത്. ഓരോ പൗരനും ആ രാജ്യത്തിന്റെ പൗരത്വവും അതേപോലെ അവർ താമസിക്കുന്ന സംസ്ഥാനത്തിന്റെ പൗരത്വം ഉണ്ടാവും. അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കക്കാരൻക്ക് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന പൗരത്വം ഉണ്ടാവും. പിന്നെ അവർ ഏത് സംസ്ഥാനത്താണോ ജീവിക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ പൗരത്വം ഉണ്ടാവും. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയില്ല. ഇന്ത്യയിൽ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരൊറ്റ പൗരത്വം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇത് ഒരു യൂണിറ്റേറിയൻ ഫീച്ചറിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ആറാമത്തെ കാര്യം വിഭജനത്തിന് അവകാശമില്ല എന്നതാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിഭജിച്ചു പോകാൻ യാതൊരു അവകാശവുമില്ല. ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ ഫ്രെയിമിനുള്ളിൽ നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഞങ്ങൾക്ക് വേറെ പോകണമെന്ന് പറഞ്ഞു പോകാനൊന്നും ഇന്ത്യയിൽ അതിനുള്ള യാതൊരുവിധ അവകാശം തന്നെ ഇല്ല എന്നത് ഒരു യൂണിറ്റേറിയൻ ഫീച്ചറാണ്. ഫെഡറൽ ഫീച്ചറാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു യൂണിറ്റേറിയൻ ഫീച്ചറാണ് എന്നതിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ അങ്ങനെ വിഭജിച്ച് പോകാൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല എന്നത്. ഏഴാമത്തെ കാര്യം ഉപരിസഭയിൽ, പാർലമെന്റിലെ ഉപരിസഭയിൽ തുല്യ പ്രാതിനിധ്യമില്ല എന്നത്. ഫെഡറൽ രാജ്യങ്ങളിൽ കേന്ദ്ര പാർലമെന്റിൽ അവിടെയുള്ള ഉപരിസഭയിൽ ഈ സംസ്ഥാനങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യമായിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ അമേരിക്കയിലെ സെനറ്റിൽ നമുക്കറിയാം 50 സ്റ്റേറ്റുകളിൽ നിന്നായിട്ട് എല്ലാ സ്റ്റേറ്റിനും 2 പ്രതിനിധികൾ വീതമാണ് അമേരിക്കൻ സെനറ്റിലേക്ക് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്റ്റേറ്റിനും 2 വീതം കിട്ടുമ്പോൾ 100 ആളുകളാണ് സെനറ്റിൽ ഉണ്ടാവുന്നത്. ഓരോ സ്റ്റേറ്റിനും 2 എന്ന് പറയുന്ന തുല്യമായിട്ടുള്ള പ്രാതിനിധ്യമാണ് അവിടെയുള്ള ഉപരിസഭയിൽ നൽകുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ പാർലമെന്റിലെ ഉപരിസഭയായ രാജ്യസഭയിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യമല്ല ഉള്ളത്. അവിടെ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തിനും വെവ്വേറെയായിട്ടുള്ള പ്രാതിനിധ്യമാണ് ഉള്ളത്. ഇത് ഒരു യൂണിറ്റേറിയൻ ഫീച്ചറാണ്, ഒരിക്കലും ഫെഡറൽ ഫീച്ചറല്ല. ഫെഡറൽ സിസ്റ്റത്തിലാണെങ്കിൽ തുല്യമായിട്ടാണ് നൽകേണ്ടത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ അസമത്വം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു യൂണിറ്റേറിയൻ ഫീച്ചറാണ് എന്ന് പറയപ്പെടുന്നു. എട്ടാമത്തെ യൂണിറ്റേറിയൻ ഫീച്ചർ എന്ന് പറയുന്നത് യൂണിയന്റെ നിയമനിർമ്മാണ അധികാരങ്ങളിലെ അനിയന്ത്രിത അധികാരം. യൂണിയന്റെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണ അധികാരങ്ങളിൽ
സംസ്ഥാനങ്ങളെ പോലും നിയന്ത്രിക്കുന്ന അധികാരം ഉണ്ട് എന്നതാണ്. ഇപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ പറഞ്ഞല്ലോ, അധികാര വിഷയങ്ങളിൽ 3 പട്ടികയുണ്ടെന്ന്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. ഈ കൺകറന്റ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും നിയമനിർമ്മാണം നടത്താൻ, അതിൽ പറഞ്ഞ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിലും സംസ്ഥാന നിയമസഭയ്ക്കും അധികാരമുണ്ട് എന്ന് നമ്മൾ പറയുണ്ടായി. എന്നാൽ ഇരുവരും ഒരേ വിഷയത്തിൽ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാവുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമമാണ് സംസ്ഥാന നിയമങ്ങളെ മറികടന്നുകൊണ്ട് അവിടെ നിലനിൽക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് വരികയാണെങ്കിൽ, കൺകറന്റ് ലിസ്റ്റിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ അധികാരമുള്ളത്. ഇത് പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരത്തെ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു യൂണിറ്റേറിയൻ ഫീച്ചറാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന പട്ടികയിൽ ഉള്ള വിഷയത്തിൽ തന്നെ ചില സമയങ്ങളിൽ ചില പ്രത്യേക ഇടപെടലിലൂടെ കേന്ദ്ര സർക്കാരിന് അവിടെയും നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രത്യേക സാഹചര്യങ്ങളുമുണ്ട്. ഇതൊക്കെ കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതൊരു യൂണിറ്ററി സ്റ്റേറ്റ് ആണെന്നും ഇത് യൂണിറ്ററി സ്റ്റേറ്റിന് പ്രതിനിധാനം ചെയ്യുന്ന ഭരണഘടനയാണെന്നും പറയപ്പെടുന്നു. ഇനി നമുക്ക് 9ാമത്തെ യൂണിറ്റേറിയൻ ഫീച്ചർ നോക്കാം. സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രത്തിന്റെ ഭരണ നിയന്ത്രണം. നേരത്തെ ഞാൻ ലെജിസ്ലേറ്റീവ് നിയന്ത്രണം പറഞ്ഞു, ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് നിയന്ത്രണം കൂടി നമുക്ക് നോക്കാം. ഭരണപരമായ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റിന് ചില സമയങ്ങളിൽ സംസ്ഥാന സർക്കാരുടെ മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പാക്കൽ സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവിന് സ്വാഭാവികമായിട്ടും അതൊരു നിർദ്ദേശമായി വരും. അത് നടപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഭരണപരമായ നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കനുസൃതമായി എല്ലാ സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ, അതുപോലെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു അവസ്ഥ, അവർ പറയും പോലെ എക്സിക്യൂട്ടീവ് പ്രവർത്തനം നടക്കേണ്ട ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ട്. ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇത് സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രത്തിന്റെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നു. ഇതൊരു യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറായിട്ടാണ് പറയപ്പെടുന്നത്. 10ാമത്തെ യൂണിറ്ററി ഫീച്ചറായിട്ട് നമ്മൾ നോക്കുന്നത് സംസ്ഥാനങ്ങളുടെ മേൽ യൂണിയന്റെ സാമ്പത്തിക നിയന്ത്രണമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാധികാരം പരിമിതപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ മേൽ കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഉള്ളത്. ഇപ്പോൾ നികുതിയുടെ കാര്യത്തിൽ, GSTയുടെ കാര്യത്തിലൊക്കെ കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിറ്റേറിയൻ ഫീച്ചറിന്റെ ഭാഗമാണ്. മറ്റൊന്ന് 11ാമത്തെ യൂണിറ്റേറിയൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിറ്റേറിയൻ ഫീച്ചറായിട്ട് 11ാമത്തെ പറയുന്നത് സംസ്ഥാന ഗവർണർമാർ കേന്ദ്രത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതാണ്. ഈ ഗവർണർ എന്ന് പറയുന്ന പദവിയാണ് മറ്റൊരു യൂണിറ്റേറിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഓരോ സംസ്ഥാനത്തിന്റെയും ഗവർണർമാരെ നിയമിക്കുന്നത്. ഗവർണർ യഥാർത്ഥത്തിൽ നിയമിക്കുന്നത് എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ അവിടെയുള്ള മന്ത്രിസഭയുടെ ആജ്ഞപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ പാർട്ടിയുടെ നോമിനിയായിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ വരുന്നത്. ഗവർണർ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജന്റായിട്ടാണ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെയും നടപടികളെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു. ഇതൊരു യൂണിറ്റേറിയൻ ഫീച്ചറായിട്ടാണ്. ഈ ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ ഒരു യൂണിറ്റേറിയൻ ഫീച്ചറാണ്. അത് കേന്ദ്ര സർക്കാർ വെക്കുന്ന, സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനിയായിട്ട് വരുന്നതാണ്. ഇതൊരു യൂണിറ്റേറിയൻ ഫീച്ചറാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ യൂണിറ്റേറിയൻ ഫീച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന് 12ാമത്തെ യൂണിറ്റേറിയൻ ഫീച്ചർ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റേറിയൻ ഫീച്ചറാണ്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അടിയന്തരാവസ്ഥയുടെ വ്യവസ്ഥകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫെഡറൽ സ്വഭാവത്തെ സ്വാഭാവികമായിട്ടും വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. 3 തരം അടിയന്തരാവസ്ഥയുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, പിന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ.
ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ മേലുള്ള എല്ലാ അധികാരവും കേന്ദ്രത്തിനായിരിക്കും. പിന്നെ സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ അധികാരവും ഉണ്ടായിരിക്കില്ല എന്നത് ഇത് സ്വാഭാവികമായിട്ട് യൂണിറ്റേറിയൻ ഫീച്ചറാണ്. ഒരിക്കലും ഇവിടെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമേ അല്ല. അത് യൂണിറ്റേറിയൻ ഫീച്ചറാണ്. 13ാമത്തെ യൂണിറ്റേറിയൻ ഫീച്ചർ എന്ന് പറയുന്നത് ഏകീകൃത ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഏകീകൃത കോടതിയാണ് ഉള്ളത്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഒരു പരമകോടതിയില്ല. പരമകോടതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ അമേരിക്കയിലൊക്കെ അവിടെയുള്ള ഫെഡറൽ കോടതികളാണ് സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കോടതി. അതിനപ്പുറത്ത് ഈ ദേശീയ പ്രശ്നങ്ങളിൽ മാത്രമേ അവിടെയുള്ള സുപ്രീം കോടതി ഇടപെടുകയുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇതൊരു ഏകീകൃത സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊരു യൂണിറ്റേറിയൻ ഫീച്ചറിന്റെ ഭാഗമാണ്. സംസ്ഥാന ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ അവരുടെ നിയമനം, അവരുടെ നീക്കം ചെയ്യൽ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന്റെ ഒരു യൂണിറ്റേറിയൻ ഫീച്ചറായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. 14ാമത്തെ കാര്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ യൂണിറ്റേറിയൻ ഫീച്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട 14ാമത്തെ അവസാനത്തെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതേപോലെ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകൾ, ഓഡിറ്റ് എന്നിവയെ കേന്ദ്രീകൃത സംവിധാനമായി പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകൾ, ഓഡിറ്റ് എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും, പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പും പാർലമെന്റിലെ തെരഞ്ഞെടുപ്പും പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും പ്രൈം മിനിസ്റ്റർ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രപതി തീരുമാനിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് പക്ഷേ സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് അടക്കം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ വെക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ നിയമനത്തിലോ നീക്കം ചെയ്യലിലോ സംസ്ഥാനങ്ങൾക്ക് യാതൊരു അഭിപ്രായവുമില്ല. എന്നാൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവരാണ്. ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അപ്പോൾ ഇതിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു ഇടപെടലുമില്ല. പക്ഷേ കേന്ദ്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഇടപെടുന്നത് കേന്ദ്രമാണ്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അപ്പോൾ ഇന്ത്യ ഒരു യൂണിറ്റേറിയൻ സിസ്റ്റമാണ് എന്ന് പറയുന്നതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ അതിന്റെ സവിശേഷതകളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ചോദ്യം വന്നാൽ ഇന്ത്യ ഒരു യൂണിറ്റേറിയൻ സിസ്റ്റമാണ് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞ് ചോദ്യം വന്നാൽ ഇത്തരം പോയിന്റുകൾ, ഇത്തരം സവിശേഷതകളാണ് നമ്മൾ എഴുതേണ്ടത്.